ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആക്കിയിട്ട് എവിടത്തേക്കാണ് പോകുന്നതെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇതൊക്കെ ആക്കി ഞാനൊരു സദ്യ ഉണ്ണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ 2-3 ഐറ്റം ആക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ 3 ഐറ്റം ആക്കിയിട്ട് ഞങ്ങൾ പോവുകയാണ്. വേറെ എവിടെയല്ല കേട്ടോ, സിയാദ് ഖാൻ്റെ വീട്ടിൽ തന്നെയാണ് പോകുന്നത്. അപ്പം അവിടെ സദ്യ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം മക്കൾസിനൊന്നും കൂട്ടിയിട്ടില്ല കേട്ടോ. മക്കൾസിന് മദ്രസ പ്രോഗ്രാം ഉള്ളതുകൊണ്ട് അവരിവിടെ ആക്കിയിട്ട് ചെറുതിനെ മാത്രം കൂട്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ സിയാദിക്ക് നിഹിയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ പോകുമ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിന് കേട്ടോ. 12:30 12:45 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ സിയാദ് ഖാൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അതാണ് വീട് കണ്ടിട്ടില്ല എന്ന് വേണ്ട, ഇതാണ് വീട്. അപ്പോൾ സിയാദ് ഖാൻ്റെ അനിയനും മക്കൾസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവരൊക്കെ വന്നിട്ടുണ്ടായിന്. ഇങ്ങനെ സദ്യ ആക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊക്കെ തലേന്നേ വന്ന് നിന്നിട്ടുണ്ടായിന്. എനിക്കങ്ങനെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനിവിടെ എത്തുമ്പോഴേക്കും ഇവിടെ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. ഫസ്റ്റ് തന്നെ കണ്ടത് ബീഫ് പിന്നെ വരട്ടിയതാണ്, ബീഫ് ഫ്രൈ പോലെ. പിന്നെ എന്താ പറയണ്ടേ, ബാക്കി എല്ലാത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. പച്ചടി, പിന്നെ കൂട്ടുകറി, പിന്നെ എല്ലാം റെഡി ആയിട്ടോ. എരിശ്ശേരി, പിന്നെ 2 ഐറ്റം പായസം, പിന്നെ എന്തേനു പായസം, സേമിയ പായസം, പിന്നെ അതേപോലെ തന്നെ പ്രഥമനുമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായേ. പിന്നെ കൂട്ടുകറി, പിന്നെ എരിശ്ശേരി, പുളിശ്ശേരി എല്ലാം ഉണ്ട് കേട്ടോ. ഒന്നിനൊരു കുറവുമില്ല. പച്ചടി, കിച്ചടി എല്ലാം ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. വറവുണ്ട്. പിന്നെ അപ്പോൾ ടോട്ടലായിട്ട് നല്ലതുപോലെ ഐറ്റംസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ സാമ്പാർ, പിന്നെ ബീട്രൂട്ടിൻ്റെ, അങ്ങനെ ടോട്ടലായിട്ട് നല്ലതുപോലെ ഉണ്ട് കേട്ടോ. അവർ എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ കൊണ്ടുവന്ന ഐറ്റമും കൂടി ആകുമ്പോൾ ടോട്ടലായിട്ട് നല്ലതുപോലെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം ഏകദേശം റെഡിയായിട്ട് നിൽക്കുകയാണ്. പിന്നെ ബീഫ് കറി അവിടെ റെഡിയാകുന്നുണ്ട്. അത് രാത്രിക്കേക്കുള്ള റെഡിയാക്കലാണ്, അത് നോക്കണ്ട, അത് ഇവിടെ. പിന്നെ വേണ്ടത് ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് പപ്പടം ഫ്രൈയും വേണം, അതേപോലെ കൊണ്ടാട്ടം, പിന്നെ എന്താ മറ്റേ കൈപ്പക്ക, ആ 3 ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റത്തെ സ്റ്റെപ്പ് അതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇലയൊക്കെ വെച്ച് ഇരിക്കുകയാണ്. ഇത് മക്കൾസിനെ ഫസ്റ്റ് ഇരുത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മക്കൾസിനെ പിടിച്ചിട്ട് ഇരുത്തിയിട്ടുണ്ട്. ഇരുത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ വിളമ്പിക്കൊടുക്കുകയാണ്. ഇത് വിളമ്പിക്കൊടുക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. സദ്യ വിളമ്പിക്കൊടുക്കാൻ വേറെ തന്നെ ഒരു രസമാണ്. പക്ഷെ എനിക്ക് വിളമ്പിക്കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇതും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ വിളമ്പിക്കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഞാൻ ആസ്വദിച്ചു. അതെനിക്ക് പറ്റിയുള്ളൂ ഗൈസ്. അങ്ങനെ ഏകദേശം ഐറ്റംസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബീഫ് ഉലർത്തിയത് അടിപൊളിയായിരുന്നു കേട്ടോ. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. പിന്നെ മാത്രമല്ല, ഈ ഐറ്റംസ് മൊത്തത്തിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താണെന്നറിയോ, പായസം നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടായിന്. പായസം എനിക്കിഷ്ടപ്പെട്ടത് പ്രഥമ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന്. അപ്പോൾ അതും നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഏകദേശം ഞങ്ങളിങ്ങനെ വിളമ്പി മക്കൾസിനെല്ലാം പിടിച്ചിരുത്തേണ്ട പരിപാടിയിലാണ്. പിന്നെ സിയാദിക്കെല്ലാം വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിന്. സിയാദിക്ക് പള്ളിയിൽ പോയിട്ട് അങ്ങനെ ഫ്രണ്ട്സായിട്ട് അങ്ങനെ വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിന്. അപ്പം ഉള്ളവരെ പിടിച്ചിരുത്തി കേട്ടോ. ഫസ്റ്റിൽ തന്നെ കുട്ടികളും പിന്നെ അനിയനും ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ അവരെയൊക്കെ പിടിച്ചിരുത്താമെന്ന് വിചാരിച്ച് അങ്ങനെ പായസമൊക്കെ വെച്ച് അങ്ങനെ മക്കൾസിനൊക്കെ പിടിച്ചിരുത്തി. അപ്പം കൂടെ നിഹനും പിടിച്ചിരുത്തിയിട്ടുണ്ട്. അവൾ പപ്പടും പായസവും കഴിച്ചിട്ട് അവൾ എണീറ്റു കേട്ടോ. അവൾക്ക് മെയിനായിട്ട് അതാണ് പപ്പടം. പപ്പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കില്ല, പപ്പടം കഴിച്ച് എണീക്കും. അത് കഴിഞ്ഞ് മെരിയോനും ഫ്രണ്ട്സും വന്ന് അവരും കഴിച്ചു. പിന്നെ പിറകെ ഞങ്ങളും കഴിച്ചിട്ടാ. അപ്പോൾ എല്ലാ ഐറ്റംസും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് തോന്നിയില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആ ബീഫും കൂടി വന്നുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ബീഫും മീനും നമുക്ക് എന്തായാലും മസ്റ്റാണ്. അത് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ക്ലീനാക്കി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.